എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ ഒരു വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. പാലും കുറച്ച് ഗോതമ്പ് പൊടിയും അതുപോലെ വളരെ കുറച്ച് മാത്രം ഫ്രൂട്ട്സും മതി ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ച് വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ ഒന്ന് കലക്കിയെടുക്കണം. ഞാനിതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് കലക്കിയെടുക്കുന്നത്. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ കലക്കിയെടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പാലൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഇതുണ്ടാക്കാനായിട്ട് നമുക്കൊരു അടികട്ടിയുള്ള പാത്രം വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഇനി പാല് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. പാല് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന ഒരു സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽ ചെറിയ ചൂടുള്ളതായതുകൊണ്ട് പാൽപ്പൊടി ഇതുപോലെ നേരിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പാൽപ്പൊടിയൊക്കെ ഇതിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് കലക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. കലക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗോതമ്പ് പൊടി ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ പാല് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഈ ഗോതമ്പ് പൊടി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഏകദേശം ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഏകദേശം 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3-4 തുള്ളി വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള സബ്ജ സീഡ്സ് ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ പാലിൻ്റെ മിക്സ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പാലിൽ നമ്മൾ മധുരമൊന്നും ചേർക്കുന്നില്ല. അതിന് പകരം കുറച്ച് ഈത്തപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഈ പാലിൻ്റെ ഒരു പകുതി ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഒരു 7-8 ഈത്തപ്പഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം എത്രയാണോ എന്നതിനനുസരിച്ചിട്ട് ഈത്തപ്പഴം കൂടുതൽ ചേർക്കാവുന്നതാണ്. കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അരിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് ഹാർഡായിട്ടിരിക്കുന്ന ഈത്തപ്പഴമാണെങ്കിൽ ഒരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് വെള്ളത്തിലോ പാലിലോ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. ഈത്തപ്പഴമൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാലും കൂടി ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സബ്ജ സീഡ്സ് ഇട്ട് കൊടുക്കാം. ഇതാദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് ബാക്കിയുള്ള നമ്മുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഏതാണെങ്കിലും ചേർക്കാം. ഞാനതിലേക്ക് ആദ്യം കുറച്ച് കറുത്ത മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മാങ്ങ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അനാറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്